ചേർത്ത് വെക്കുക. എന്നിട്ട് ഞാൻ നോക്കുന്നത് എപ്പോഴും എൻ്റെ കയ്യിലേക്കായിരിക്കും. ഇയാൾ ശ്വസിക്കുന്നുണ്ട് 2-3 കാര്യങ്ങൾ സംഭവിക്കല്ലോ. ഇനി ഇയാളെ ചെസ്റ്റ് ഉയർന്നു വരും. എനിക്ക് എൻ്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ അയാളെ കൈ ഉയരെയും താഴെയും ചെയ്യുന്നുണ്ടോ? ഇയാൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ വിശ്വാസത്തിൻ്റെ ചൂട് എൻ്റെ ചെവിയുടെ ഭാഗത്തും കവിളുടെ ഭാഗത്തും ഒക്കെ കിട്ടും. അയാളുടെ ശ്വാസത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അയാൾ ശ്വസിക്കുന്നുണ്ടെന്ന് നമുക്കറിയാലോ. ശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? CPR കൊടുക്കേണ്ട കാര്യമില്ല, അയാൾക്ക് ശ്വസനം ഉണ്ട്. ശ്വസിക്കുന്നില്ല എന്ന് വെക്കും. അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിട്ടും. അതെന്ത് ചെയ്യാന്നറിയാമോ? പൾസില്ലേ, പൾസ് നോക്കാന്നറിയാലോ. പൾസ് നോക്കാം. ഈ പൾസ് എന്ന് പറയുന്നത് അയാളുടെ ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പൾസ് ഉണ്ടാവും. ഹൃദയം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അല്ലേ CPR ചെയ്യേണ്ടത്. ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പൾസ് ഉണ്ടാവും. പൾസ് എവിടെ നോക്കും നമ്മൾ? ഇവിടെയല്ല നോക്കേണ്ടത്. നമ്മുടെ കഴുത്തിൻ്റെ സൈഡിലായിട്ട് പ്രധാനപ്പെട്ട 2 ധമനികളുണ്ട്. അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൾസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കഴുത്തിൻ്റെ ഇടതുവശത്തോ വലതുവശത്തോ നമ്മുടെ 2-3 വിരലുകൾ ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൃദയം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി തുടങ്ങും. അതിനെ എവിടെ നമ്മൾ അമർത്തും? ഹൃദയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ചെസ്റ്റ് നെഞ്ച് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെയാവാം, ചിലപ്പോൾ മുകളിലാവാം, വലതുഭാഗത്താവാം, ഇടതുഭാഗത്താവാം. നമ്മൾ കൃത്യമായ ഒരു പോയിന്റിലായിരിക്കണം പ്രഷർ കൊടുക്കേണ്ടത്. അത് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ ഈ ശരീരം ഇങ്ങനെ ഭാഗിച്ചു എന്ന് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ നിപ്പിൾ ടു നിപ്പിൾ പൊസിഷനിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു എന്ന് വെക്കാം. ഇതിന്റെ നടുവിൽ ഒരു പോയിന്റ് കിട്ടില്ലേ? ആ പോയിന്റിൽ നിന്ന് ഏതാണ്ട് ഒരു 2 വിരലിന്റെ അല്ലെങ്കിൽ ഒരു 1 ഇഞ്ച് താഴെ ആയിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? കംപ്രഷൻ കൊടുക്കേണ്ടത്. അയാളുടെ ഹൃദയം അമർത്തി കൊടുക്കേണ്ടത്. അതിനെന്ത് ചെയ്യാം? നമ്മളെ 2 കൈകൾ ഉപയോഗിക്കാം. 2 കൈകളിൽ ഏതാണോ എൻ്റെ പവർ ഹാൻഡ്, ഞാൻ എൻ്റെ ശക്തി കൂടിയ കൈ, ഇപ്പം ഞാൻ വലം കൈയിലായിട്ടുള്ള ഒരാളാണെങ്കിൽ വലം കൈ മുകളിൽ വരുന്ന രീതി ഇങ്ങനെ നമ്മുടെ വിരലുകൾ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഈ ഭാഗമില്ലേ, ഈ ഭാഗം മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ അമർത്തേണ്ടത്. കൈ മൊത്തമായിട്ട് വെച്ചല്ല, നമ്മുടെ ഈ ഭാഗമില്ലേ, നമ്മുടെ ഈ കൈപ്പത്തിയുടെ ഉപ്പൂറ്റി ഭാഗം, ഇത് വെച്ചിട്ട് വേണം അവർക്ക് അമർത്താൻ വേണ്ടിയിട്ട്. ക്രോസ് ചെയ്ത് പിടിച്ചു. എന്നതിന് ശേഷം ഈ കൈമുട്ടുകൾ നിവർന്ന് തന്നെ ഇരിക്കണം. നമ്മൾ ആ പോയിന്റ് കണ്ടുപിടിച്ചു, കൃത്യമായ പോയിന്റ് കണ്ടുപിടിച്ചു. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? 30 തവണ കംപ്രഷൻ കൊടുക്കണം. കംപ്രഷൻ കൊടുക്കുന്നതിനൊരു വേഗതയുണ്ട്. 1, 2 അതല്ല, 1 മിനിറ്റ് 100 അല്ലെങ്കിൽ 120 എന്ന കണക്കിലായിരിക്കണം. 100 മുതൽ 120 വരെ എന്നുള്ള കണക്കിലായിരിക്കണം നമ്മൾ ഇത് കൊടുക്കേണ്ടത്. ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു സ്പീഡിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കംപ്രഷൻ കൊടുക്കേണ്ടത്.